ഷെഫ് ഉണ്ടാക്കുന്ന ഈ മഷ്റൂം റെസിപ്പിയുടെ പേര് മഷ്റൂം മസാല. അതിൽ എന്താ പ്രത്യേകത ഉള്ളത്? ഉണ്ടാകും കുറച്ച് ബട്ടർ ചേർക്കും, കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കും. സാധാരണ ഒരു മസാലയ്ക്ക് ഞങ്ങളുടെ ഹോട്ടലിൽ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക ഇതൊക്കെ വേണ്ടേ. പള്ളിപ്പാളയം അതെല്ലാം ഇപ്പോൾ സാധാരണ മസാല തന്നെയാണ് യൂസ് ചെയ്യണത് പറഞ്ഞു. പെപ്പർ പൗഡറാണ്. ഓക്കെ, നമ്മുടെ മസാല ഈ ചിക്കൻ വേറെ ഇതെന്ന് വെച്ചാൽ ചിക്കൻ ഏറ്റവും പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നാടൻ ചിക്കനാണ്. ഇത് ചിക്കൻ ഇതുപോലെ വെച്ച് സിം ചെയ്ത് മസാല പിടിച്ച് കുക്ക് ചെയ്ത് വേണം, ചെറുതായിട്ട് കട്ട് ചെയ്ത്. ബോൺലെസ് അത്രയ്ക്ക് ബോൺലെസ് ഉണ്ടാകാം, ബ്രസ്റ്റ് പാർട്ട് ലെഗ് പാർട്ട് എടുത്തിട്ടുണ്ടാകും. ചെറിയ സിമ്മിലിട്ട് അടച്ച് വെച്ച് പയ്യെ മസാല പിടിച്ച് വരട്ടി വേണം. ചിക്കൻ്റെ ആൾ വന്നു, പറഞ്ഞോളൂ ചിക്കൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞോളൂ. ആദ്യമേ എണ്ണ ഇട്ടു, ഒരു ചൂടാക്കിയ പേര് ഗാർലിക് സോട്ട് കുറച്ചില്ല, ചെറിയുള്ളി തേങ്ങക്കൂത്താണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കരിവേപ്പില ഇട്ടു, പച്ചമുളക് സോട്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യും. ചെറുതായിട്ട് അതിൻ്റെ ചിക്കൻ്റെ കളറങ്ങ് മാറി കഴിയുമ്പോൾ മസാല ആഡ് ചെയ്യാം. മെയിനായിട്ട് മസാല പെപ്പർ പൗഡറാണ്. ഓക്കെ, പെപ്പറും പെപ്പർ മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നോർമൽ യൂസ് ചെയ്യണം മസാല. പെപ്പർ പൗഡറാണ് കൂടുതലായിട്ട്. ഇത് ആക്ച്വലി സ്പൈസി പെപ്പറിന് സ്പൈസി വേണം. ഓക്കെ, പിന്നെ കൊണ്ട് തേങ്ങക്കൊത്തും നമുക്ക് ശരിക്കും ലാസ്റ്റിൽ കുറച്ചുകൂടെ കട്ട് ചെയ്തിട്ടു. ഒരു പീസിനോട് തേങ്ങക്കൂട്ട് വേണം. ഒരു പീസ് കഴിക്കുമ്പോൾ തേങ്ങക്കൂട്ട് കഴിക്കാൻ പാകത്തിനാണ് അതിൻ്റെ ഒരു നാളെ സ്റ്റൈലിലുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് ഇനി അത് നല്ലോണം പറ്റിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചായിരുന്നോ? കുറച്ച് ചിക്കൻ കുക്കാവാൻ വേണ്ടിയുള്ള വെള്ളം. ഓക്കെ, അപ്പോൾ ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? അരി സോക്ക് ചെയ്തു, സ്പൈസസ് കാർഡമം, സിനമൺ, ക്ലോവ്, ഒരു സ്റ്റാർ അനീസിൻ്റെ ഒരു പീസ് എന്നിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു, കുറച്ച് ഗീ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ചേർത്ത്, ലെമണിൻ്റെ 2 സ്ലൈസ് ഇട്ടു, റൈസ് ബോയിൽ ചെയ്തു. ഇനി ഈ റൈസ് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പരിപ്പ്, പിന്നെ വത്തൽമുളക്, കാഷ്നട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കടുക് ഇട്ട് വറുത്തെടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസും ഒഴിച്ചിട്ട് ഒരു ലെമൺ ജ്യൂസ് ഒഴിക്കുമ്പോൾ പൊടിക്ക് ഷുഗറും കൂടെ വെച്ചിട്ട് ആ പുളി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത് ലെമൺ റൈസ് റെഡി. ഇത് റെഡി. ഇനി നമ്മളെന്താ ഉണ്ടാക്കാൻ സാലഡും കൂടെ. ഷെഫ് ആന്റോണി ഏൽപ്പിച്ചേക്കാണ്. നമുക്ക് ഈ സലാഡ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇത് ഉഴവുകാരുടെ ഒരു സലാഡെന്നാണ് ഇതിന് പറയുന്നത്. എന്താണ് ഉഴവുകാരൻ? ഉഴവ് എന്ന് പറയുന്നത് പൂട്ടുന്നത്, ആളെ പൂട്ടുന്നത്, ട്രാക്ടർ പൂട്ടുന്നത്, ഉഴവുകാരൻ. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? പ്ലവ് മാൻസ് സലാഡ്. ഇതിപ്പോൾ നമ്മളങ്ങനെ അതിനകത്ത് വേണ്ടത് കുറച്ചും കൂടെ പിക്കിൾഡ് ആപ്പിൾ വേണം. ഇങ്ങനെ കൊണ്ടുപോവാം. മയണൈസ്, ചീസ് ഇല്ല. ഇതിനാണ് നമുക്കിത് ഇതിപ്പം കുക്കുംബർ, ആപ്പിൾ, ഹണി ആൻഡ് മയോണൈസ്. പക്ഷേ ഇത് ഉഴവുകാരുടെ സലാഡാണെന്നുണ്ടെങ്കിൽ, ലെമൺ സലാഡ് ആണെന്നുണ്ടെങ്കിൽ ചീസ് വേണം, കുറച്ച് ഓണിയൻ പിക്കിൾഡ് വേണം. ഇതെല്ലാം കൂടി ഒരു പൊതിക്കകത്ത് കെട്ടിയ വേണം. ഓക്കെ, salad ready-ആണ്. Cucumber and apple salad is ready. It's nicely decorated in that lettuce and leaves nathu. Lettuce and cabbage aanadu. Cabbage and leaves nathu. Then we have a chicken dry aayittulladu. Then oru mushroom masala undu and we have a lemon rice. So we're ready to actually serve it. Mushroom masala, the lemon rice. Chicken പള്ളിപ്പാളയം. ഷെഫ് എന്നെ സെർവ് ചെയ്തു. സാലഡ് കൊടുക്കും.
പെപ്പറിന്റെ പെപ്പർ ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ? ഇങ്ങനത്തെ ഡിഷ് So actually we really enjoyed cooking over here. Actually ഞങ്ങൾ കുറേ നാളിന് ശേഷം ഇത്രയും ഉണ്ടാക്കുന്നില്ല. And we did it like in quite less time actually, comparatively. So we had a really good time. Thank you so much for actually letting us come here and cook. Okay, thank you to you also. ഷെഫിനും താങ്ക്സ് പറയാണ്. കാരണം ഇങ്ങനെ ചിക്കൻ്റെയും മഷ്റൂമിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. പുതിയത് എനിക്ക് ഇനിയും എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു അവസരം തന്നതിൽ ഞങ്ങളും അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞു. നല്ലൊരു കിച്ചൺ, നല്ല വ്യൂ, നല്ല കാറ്റുണ്ടായിരുന്നു. ചൂട് ഒത്തിരി കുറവായിരുന്നു കേട്ടോ. എല്ലാം നല്ല കിച്ചണിൽ വന്ന് കുക്ക് ചെയ്യേണ്ട അവസരം തന്നതിൽ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ കൂടുതൽ ഡിഷസുകളൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോറ ഹോട്ടലിലേക്ക് വരിക, ടേസ്റ്റ് ചെയ്യണം. And all the best with your cooking and masala box and all that. മഷ്റൂം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. മഷ്റൂം ഇത് സാധാരണ മഷ്റൂമല്ല, മഷ്റൂം മസാലസ് പലയിടത്തും മഷ്റൂം മസാല ഉണ്ട്. ഒരു എന്തെങ്കിലും വ്യത്യസ്തമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഡിഫറെൻ്റ് നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്ന് ടേസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. Okay, so happy customers. Okay, so thank you so much. We'll make a leave. Ningal kadicholu, okay? Thank you. So that was another episode of Food to Sui with me and Benjamin and Chef Roy and Chef Anto. So we'll catch you next week. പുതിയ കുറേ ഡിഷസുമായിട്ട്, പുതിയ വളരെ വ്യത്യസ്തമായിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ മൈൻഡിൽ? മൈൻഡിലുണ്ട്, കുറേ ഡിഷസുകളൊക്കെ ഉണ്ട്. കറക്റ്റ് ആയിരുന്നു, ഒത്തിരി പെൻഡിങ് ആയിട്ടുണ്ട്. സോ വിൽ ക്യാച്ച് യു നെക്സ്റ്റ് വീക്ക്. സോ അൺടിൽ ദെൻ ബൈ. And I hope all of you all had a awesome Onam also. Okay, bye. Bye.